അങ്ങനെ അമ്പിളി അമ്മാവനും കൂട്ടിന് ആളായി. 2 ദിവസത്തിനുള്ളിൽ കുഞ്ഞൻ ചന്ദ്രൻ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സെപ്റ്റംബർ 29 മുതൽ നവംബർ 25 വരെയാകും ഭൂമിയുടെ ഭ്രമണപഥത്തിലൂടെ ഈ കുഞ്ഞൻ ചന്ദ്രൻ ചുറ്റിത്തിരിയുന്നത്. ഏകദേശം 10 മീറ്റർ മാത്രം നീളമുള്ള ചിഹ്നഗ്രഹം ആയിരിക്കും ഇത്. ചന്ദ്രന്റെ പോലെ ഭൂമിയെ വലം വയ്ക്കുന്ന പ്രകൃതിദത്ത ഉപഗ്രഹമാണിതെന്ന് ശാസ്ത്രലോകം പറയുന്നു. മിനി മൂൺ ഈവൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞരുടെ സംഘമാണ് വിശദവിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏകദേശം ഒരു സിറ്റി ബസിന്റെ നീളമുള്ള ചിഹ്നഗ്രഹം അർജുന എന്ന ചിഹ്നഗ്രഹ ബെൽറ്റിലെ അംഗമാണ്. ഇതിനെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ഭ്രമണപഥത്തിലേക്ക് പിടിച്ചടുക്കുന്നതോടെയാണ് ഭൂമിയെ ചുറ്റിത്തിരിയാൻ കുഞ്ഞൻ ചിഹ്നഗ്രഹവും എത്തുന്നത്. തുടർന്ന് 2 മാസക്കാലം ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ഈ ചിഹ്നഗ്രഹം കുഞ്ഞു ചന്ദ്രൻ ആയി മാറുമെന്നാണ് അനുമാനം. ഭൂമിയുടേതിന് സമാനമായ ഭ്രമണപഥമുള്ള ബഹിരാകാശ പാറകൾ കൊണ്ട് നിർമ്മിതമായ ദ്വിതീയ ചിഹ്നഗ്രഹ വലയത്തെയാണ് അർജുന എന്ന് വിളിക്കുന്നത്. 3474 കിലോമീറ്റർ വ്യാസമുള്ള ചന്ദ്രനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വെറും 10 മീറ്റർ നീളമുള്ള ഈ ചിഹ്നഗ്രഹം തീരെ ചെറുതാണ്. സാധാരണ ദൂരദർശിനികളാലും ബൈനോക്കുലറുകൾ ഉപയോഗിച്ചും ഇതിനെ കാണാനാകില്ല. അർജുന ബെൽറ്റിലെ ചില ചിഹ്നഗ്രഹങ്ങൾക്ക് ഭൂമിയോട് താരതമ്യേന അടുത്ത് ഏകദേശം 45 ലക്ഷം കിലോമീറ്റർ അകലെ വരെ എത്താൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. നാസയുടെ ധനസഹായത്തോടെയുള്ള പദ്ധതിയായ ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇംപാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം ഓഗസ്റ്റ് 7-നാണ് ഈ ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത്. ഇനി ഇത്തരം ഒരു മിനിമൂൺ പ്രതിഭാസത്തിനായി 2055 വരെ കാത്തിരിക്കണമെന്നും ഇതിനു മുൻപ് 1981-ലും 2022-ലും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു.